ഇന്ത്യയിൽ ആദ്യമായി ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ICMR സ്ഥിരീകരിച്ചു. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് കർണാടകയിലെ ബംഗളൂരുവിലാണ് ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസിന്റെ ആദ്യ കേസ് സ്ഥിരീകരിച്ചത്. നമസ്കാരം, ഞാൻ ഡോക്ടർ അർജുൻ സുരേഷ്, അടൂർ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പൾമോളജിസ്റ്റ് ആണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന HMPV അല്ലെങ്കിൽ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്, ഇത് പുതിയ കോവിഡ് ആണോ? ഇതാണ് എല്ലാവരുടെയും ചോദ്യം. നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് പറയാം. അതായത് ഈ വൈറസ് നമുക്ക് ഏകദേശം ഒരു 2000 തൊട്ട് അറിയുന്നൊരു വൈറസാണ്. അപ്പം തന്നെ പല മൾട്ടിപ്ലെക്സ് PCR-നകത്തും അതായത് വൈറസുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഓൾറെഡി ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇതിൽ പലതിലും ഓൾറെഡി ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു മുമ്പ്. ഇത്രയും പാനിക് ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് പുതിയ പാനിക് വരാൻ ചൈനയിൽ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഡീറ്റെയിൽസ് ആർ നോട്ട് യെറ്റ് നോൺ ക്ലിയർലി. ബേസിക്കലി ഈ ഒരു വൈറസ് നമുക്ക് സാധാരണ ഒരു ജലദോഷം പോലെ തന്നെയാണ് വന്നു പോവുക. ഒരു ചെറിയ തൊണ്ടവേദന, ജലദോഷം, മൂക്കൊലിപ്പ്, ശരീരം വേദന, ഇത്ര മാത്രമേ ഉണ്ടാവൂ. ഒരു കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടികളിൽ എസ്പെഷ്യലി ഉണ്ടാവുന്ന 10 മുതൽ 12% വരുന്ന ഒരു റെസ്പിറേറ്ററി വൈറൽ ഇൻഫെക്ഷൻസുകളിൽ ഇത് തന്നെയാണ് ഒരു കാരണമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ആൾക്കാരിലും നമുക്കൊരു പ്രായം എത്തുമ്പോഴേക്കും ഈ ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നിരിക്കണം മുമ്പ് എപ്പോഴും. ഇവരിൽ പൊതുവേ മൈൽഡറായിട്ടുള്ള ഡിസീസേ വരാറുള്ളൂ. സാധാരണഗതിയിൽ ഒരു ജലദോഷം പോലെ വന്നു മാറുന്ന ഈ രോഗം മറ്റുള്ള വൈറസ് പനികളെ പോലെ, അതായത് ഇൻഫ്ലുവൻസയോ നമ്മൾ ഈ പറയുന്ന കൊറോണയെ പോലെയൊക്കെ തന്നെ ചില രോഗികളിൽ മാത്രം പ്രശ്നം ഉണ്ടാക്കാം. എസ്പെഷ്യലി നമ്മൾ ഈ H1N1 ഇൻഫ്ലുവൻസയിലൊക്കെ പറയുന്നത് പോലെ ചെറിയ കൊച്ചു കുട്ടികളിൽ വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാം. അതേപോലെ തന്നെ പ്രായാധിക്യവും അതോടൊപ്പം തന്നെ മറ്റു രോഗങ്ങളുള്ളവരിലും ഇത് ചിലപ്പോൾ വേണമെങ്കിൽ താഴത്തോട്ട് പകരുകയും ന്യൂമോണിയ ആവുകയും ചെയ്യാം. അതും യൂഷ്വലി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇപ്പം കാതലായ ഒരു മരണനിരക്ക് ഇതിന് ഇല്ല എങ്കിലും സിവിയർ ആയിട്ടുള്ള രോഗങ്ങളിൽ, അതായത് ഇപ്പം നമുക്കൊരു ക്യാൻസർ രോഗിയാണ് അല്ലെങ്കിൽ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ എന്തെങ്കിലും കഴിഞ്ഞവരിലൊക്കെ ഇത് വരികയാണെങ്കിൽ നമുക്ക് പ്രതിരോധമില്ലാത്തതിനാൽ തന്നെ ഈ പറഞ്ഞ രോഗം മൂർച്ഛിച്ച് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് എങ്ങനെ തടയാൻ പറ്റും? ഇതായിരിക്കണം ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. നമ്മളിപ്പോൾ ജലദോഷം എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒരു ടവൽ എടുത്തിട്ട് നമ്മൾ വായൊന്ന് പൊത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് പകരുന്നത് ഒരു പരിധി വരെ തടയാൻ സഹായിക്കും. മാസ്ക് ഉപയോഗിക്കുന്നത് ഹെൽപ്ഫുള്ളായി എന്ന് വരാം. അതേപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് വരുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ കൈകളിൽ നിന്നും മറ്റ് പദാർത്ഥ സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ അതേപോലെ മറ്റ് സർഫസുകളിലേക്കോ ചെല്ലുന്ന സാധനങ്ങൾ ഇതിന്നും മറ്റൊരാൾക്ക് പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈകൾ ക്ലീനാക്കി വെക്കുക, സാനിറ്റൈസ് ചെയ്ത് വെക്കുക, വാഷ് ചെയ്ത് വെക്കുക, എപ്പോഴും മുഖവും മൂക്കും ഒക്കെ തൊട്ടുകൊണ്ടിരിക്കാതിരിക്കുക. ഇതെല്ലാം ഹെൽപ്ഫുൾ ആണ്. പ്ലസ് ഓൾറെഡി ഉള്ള നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, എവറിത്തിങ് ഹെൽപ്സ്. ഗുഡ് ഡയറ്റ്, ന്യൂട്രീഷൻ, എക്സസൈസ്, ഓൾ ദീസ് ഓവറോൾ ഇമ്പോർട്ടൻ്റ് ഇമ്പ്രൂവ് ചെയ്യും. ഇതുപോലുള്ള വൈറസ് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ചികിത്സ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിനെതിരെ മരുന്നൊന്നും തന്നെ ലഭ്യമല്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയുണ്ട്. പിന്നീടുള്ളത് അസുഖം മൂർച്ഛിക്കുകയാണെങ്കിൽ വേറെ പലതരം മരുന്നുകളും അവൈലബിൾ ആണ്. പലതും ഇതിനൊരു സ്പെസിഫിക് ചികിത്സ എന്ന രീതിയിൽ ആൻറ്റിവൈറസുകളൊന്നും അവൈലബിൾ അല്ല. പക്ഷെ സപ്പോർട്ടീവ് തെറാപ്പി കൊണ്ട് തന്നെ മജോറിറ്റി ആൾക്കാരും പ്രശ്നമൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെട്ടു പോകാറാണ് പതിവ്. ഈ രോഗം ഉണ്ടോ എനിക്ക് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഓൾറെഡി വൈറസുകളുടെ പാനൽ അവൈലബിൾ ആണ്. ഇതിനൊരു മൂക്കിൽ നിന്നുള്ള സ്വാബോ ത്രോണ്ടയിൽ നിന്നുള്ളൊരു സ്വാബോ എടുത്ത് PCR-ന് വിട്ടാൽ മാത്രം മതി. അഗെയിൻ മോസ്റ്റ് ഓഫ് ദീസ് ടെസ്റ്റ് ആർ വെരി കോസ്റ്റ്ലി. കണ്ടുപിടിച്ചതുകൊണ്ട് യു ഡു നോട്ട് ആഡ് മച്ച് അതർ ദാൻ എപ്പിഡമോളജിക്കൽ ഡാറ്റയ്ക്ക് വേണ്ടി കിട്ടുന്ന ഒരു ഗുഡ് ബെനിഫിറ്റ് അല്ലാതെ ചികിത്സയിൽ കാര്യമായൊരു വ്യതിയാനം സോ ഫാർ നത്തിങ് എന്നാണ്. ഇൻ സമ്മറി, നമുക്ക് മുമ്പ് തൊട്ടേ പരിചയമുള്ള മീസിൽ, മംസ് പോലത്തുള്ള വൈറസുകളുടെ വകഭേദത്തിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വൈറസ്. ഇത് സാധാരണഗതിയിൽ ജലദോഷം പോലെ ഉണ്ടാക്കി വരികയാണെങ്കിലും വളരെ അപൂർവമായിട്ട്, എസ്പെഷ്യലി തീരെ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ പ്രതിരോധം തീരെ ഇല്ലാത്ത രോഗികൾ, ഭയങ്കര പ്രായമുള്ളവർ, 65 വയസ്സിന് മുകളിൽ, ഇവരിലൊക്കെ വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഏതൊരു ഇൻഫ്ലുവൻസ പോലെ അല്ലെങ്കിൽ ഒരു വൈറൽ ഫീവർ പോലെ തന്നെയുള്ള സാധ്യത തന്നെയായിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ പേരിൽ പാനിക് ആവേണ്ട ഒരു സാഹചര്യം അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നിലവിലില്ല.